السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وبه نستعين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. أما بعد. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വാലിഹീങ്ങളായ അടിമകളുടെ ഗണത്തിൽ അല്ലാഹു നമ്മെ നമ്മുടെ അധികാരിയെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണമടഞ്ഞ മുഴുവൻ ആളുകൾക്കും അല്ലാഹു അവന്റെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിച്ചിരിക്കുന്ന നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അല്ലാഹു ഇസ്സത്തും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. രോഗികളായ ആളുകൾക്ക് അല്ലാഹു ആജിലായ ശിഫാഇനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ 23 വർഷത്തെ പ്രബോധന ജീവിതത്തിനിടയിൽ അന്ത്യനാൾ വരെ വരാനിരിക്കുന്ന മുഅ്മിനീങ്ങളുടെ ജീവിതത്തിന് നന്മയുള്ളതും തിന്മയുള്ളതും ഏതൊക്കെയാണ് കൃത്യമായി നിർവചിച്ചു നൽകിയിട്ടുണ്ട്. നമുക്ക് ഭൗതിക ലോകത്തും പരലോകത്തും നമുക്ക് ഗുണകരമാകുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അന്ത്യനാളിലും ഭൗതിക ലോകത്തും നമുക്ക് പരിക്കുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു നൽകി. അത് നബുവത്തിന്റെ ഒരു അടയാളമാണ്. 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് അവസാന കാലഘട്ടങ്ങളിൽ ഈ ഭൂമിയിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഊഹിക്കാൻ പോലും കഴിയാത്ത കാലഘട്ടത്തിൽ അതിനെക്കുറിച്ച് കൃത്യമായി മുന്നറിയിപ്പ് നൽകുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തിന്റെ അടയാളങ്ങളിലൊന്നാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന കാലഘട്ടത്തിന്റെ അടയാളങ്ങളായി നമുക്ക് മുമ്പിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ അധികവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യ കാലങ്ങളിൽ സ്വഹാബത്തിന്റെയും താബിഈകളുടെയും ഒക്കെ കാലഘട്ടത്തിൽ അന്നത്തെ വിശ്വാസികൾക്ക് ഉണ്ടായിരിക്കുന്ന കരുതലും ചിന്തയും ജാഗ്രതയുമെല്ലാം അവസാന കാലഘട്ടം എത്തിയാൽ ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത്. നമ്മളൊരു യാത്ര പോവുകയാണെങ്കിൽ നമ്മൾ കേരളത്തിൽ നിന്ന് കാറിലൂടെ നമ്മൾ കർണാടക വഴി നമ്മൾ ബോംബെയിലേക്ക് യാത്ര പോവുകയാണെങ്കിൽ കേരളത്തിൽ സഞ്ചരിക്കുവാൻ നമ്മൾ എടുക്കുന്ന മുൻകരുതൽ മതിയാകില്ല. കർണാടകയിലെ വനാന്തര പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ടത്. രാത്രി സമയങ്ങളിൽ കൊള്ളയടിക്കുന്ന കൊള്ളക്കാരും കവർച്ചക്കാരും ഒക്കെ പതിയിരിക്കുന്ന തെരുവുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കും. ഒരുപക്ഷെ ആ വഴിയിലൂടെയുള്ള യാത്ര തന്നെ നമ്മൾ ഉപേക്ഷിച്ചു വരും. എന്ന് പറഞ്ഞാൽ കൂടുതൽ അപകടങ്ങൾ പതിയിരിക്കുന്ന വഴികളിലൂടെയുള്ള യാത്രയിലുള്ള ജാഗ്രത നോർമൽ വഴിയിലൂടെയുള്ള യാത്രയേക്കാൾ കൂടുതൽ കരുതലുള്ളതായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സ്വഹാബത്തിന്റെ കാലത്തും പിന്നീട് താബിഈകളുടെയും ഒക്കെ ആദ്യകാലങ്ങളിൽ അവർ അനുവർത്തിച്ചിരുന്ന സൂക്ഷ്മതയുടെയും ജാഗ്രതയുടെയും 1000 മടങ്ങ് ജാഗ്രതയും സൂക്ഷ്മതയും പാലിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെയൊക്കെ കാലഘട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ നിസ്കരിക്കാത്ത ആളുകൾക്ക് ഞാൻ നിസ്കരിക്കണമെന്ന് തോന്നിപ്പിക്കുന്ന കാഴ്ചകളാണ് പുറത്തവർ കാണുക. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽ പ്രമുഖനായ പണ്ഡിതനാണ്. അദ്ദേഹം 40 കൊല്ലം അദ്ദേഹം മിഹ്റാബിൽ നിന്ന് ഇമാമായിട്ടല്ലാതെ നിസ്കരിച്ചിട്ടില്ല. അദ്ദേഹത്തിന് മഅ്മൂമാവുക എന്നതുപോലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ 40 കൊല്ലം ഉണ്ടായിട്ടില്ല. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു. ലോകത്ത് നിരവധി മഹാന്മാരുടെ ചരിത്രങ്ങൾ കാണാം. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ താരീഖ്, ആ താരീഖുകളിലൊക്കെ നമ്മൾ കാണുന്നത് ഒരു വേള ജീവിതത്തിൽ അശ്രദ്ധയിൽപ്പെട്ടു പോയ ആളുകളെ തങ്ങളുടെ ചുറ്റുപാടുകൾ അള്ളാഹുവിനെ ഓർമ്മിപ്പിച്ചിരുന്നു എന്നതാണ്. അശ്രദ്ധയിൽ ജീവിക്കുന്ന ആളുകളെ അള്ളാഹുവിലേക്ക് ഓർമ്മിപ്പിക്കുവാൻ തക്കമായ ചുറ്റുപാടുകൾ അവർക്ക് ചുറ്റിലും ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ കാലം അങ്ങനെയല്ല. അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയുള്ള ആളുകൾക്ക് അള്ളാഹുവിനെ മറപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ചുറ്റുപാടുകളാണ് നമ്മുടെ കൂടെയുള്ളത്. ഹറാമുകളിൽ ഭൗതിക ലോകത്തിന്റെ പ്രമത്തതയിൽ മുസ്ലിം സമൂഹത്തെ കൂടുതൽ ആകർഷിപ്പിക്കുന്ന ചുറ്റുപാടുകളാണ് നമ്മുടെ കൂടെയുള്ളത്. ഈ കാലത്ത് ഞാനും നിങ്ങളും ഏറെ ജാഗ്രത പാലിക്കേണ്ട കാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവസാന കാലം എത്തിക്കഴിഞ്ഞാൽ
മഖ്ബറയിലൂടെ നടന്നു പോകുന്ന മനുഷ്യർ പറയുമത്രേ, ഈ ഭൂമിയുടെ മുകളിലുള്ള ജീവിതത്തെക്കാൾ എത്ര സന്തോഷകരമായിരിക്കും ഭൂമിയുടെ അടിയിലുള്ള ജീവിതമെന്ന്. ഖബറിലെ ജീവിതത്തെ കൊതിക്കുന്ന ഒരു കാലം മുസ്ലിം ലോകത്തിന് വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വഴിയോരങ്ങളിലൂടെ രഹസ്യമായി മാത്രം മനുഷ്യർ നിർവഹിക്കേണ്ട കർമ്മങ്ങൾ, ശാരീരിക ബന്ധങ്ങൾ, അത് വഴിയോരങ്ങളിൽ പരസ്യമായി നിർവഹിക്കുകയും അങ്ങനെ നിർവഹിക്കുന്നവർക്ക് ആദർശപരമായി പിന്തുണ ലഭിക്കുകയും മനുഷ്യന്റെ ലോല വികാരങ്ങളെ ആദർശവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന കാലത്ത് നീയൊന്നും മാറിക്കിടക്കൂ, ഞാനും നടക്കട്ടെ എന്ന് പറയേണ്ട ഗതി മനുഷ്യർക്ക് വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാഴ്ചകൾ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണുന്നില്ല, ഹറമിന്റെ മണ്ണിൽ, മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബവിയും ഒക്കെ നിലനിൽക്കുന്ന മണ്ണിൽ മുസ്ലിം സമൂഹത്തിന്റെ സംസ്കാരവും വേഷവും ഒക്കെ ധരിച്ചിട്ട് മദ്യത്തിന്റെ ചഷകങ്ങൾ വാങ്ങാൻ തിരക്ക് കൂട്ടുന്ന യുവതികളുടെ കാഴ്ചകൾ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് നമ്മെ നിയന്ത്രിക്കുവാൻ നമുക്കല്ലാതെ മറ്റാർക്കും കഴിയാത്ത വിധം നമ്മുടെ ചുറ്റുപാടുകൾ പരിമിതപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്, ഉദ്ധരിച്ചിട്ടുണ്ട്. യതഖാറബു സമാൻ, അന്ത്യനാളായി കഴിഞ്ഞാൽ അതിന്റെ 5 ലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞു. യതഖാറബു സമാൻ, സമയങ്ങൾ ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് അനുഭവപ്പെടും. അതിനെ വിശദീകരിച്ചു പണ്ഡിതന്മാർ പറഞ്ഞു, എന്താണ് ഈ സമയങ്ങൾ കുറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ, എന്നാണ് നമുക്ക് റമദാൻ കഴിഞ്ഞത്? റമദാൻ കഴിഞ്ഞ വർഷത്തെ റമദാൻ ഇന്നലെ കഴിഞ്ഞതുപോലെയാണ്. ഇത് അടുത്ത ദിവസം നമ്മൾ റജബിലേക്ക് പ്രവേശിക്കുകയാണ്. റമദാന്റെ ഒരുക്കങ്ങളുടെ സമയമായി. എന്നാണ് നമുക്ക് റമദാൻ കഴിഞ്ഞത്? ഒരു വർഷം മുമ്പ് കണ്ടുമുട്ടിയ ആളുകൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഇന്നലെ കണ്ടുമുട്ടിയതുപോലെ അനുഭവപ്പെടുകയാണ്. സമയങ്ങൾ ചുരുങ്ങി ചുരുങ്ങി വരുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുന്നു. സമയങ്ങളിൽ ബറക്കത്തുകൾ കുറയുന്നു. നമുക്ക് കൂടുതൽ നിർവഹിക്കാൻ കഴിഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് സമയങ്ങൾ ലഭിച്ചിട്ടും അല്പാൽപ്പം പോലും പൂർത്തിയാക്കാൻ കഴിയാത്ത വിധം സമയങ്ങളിലെ ബറക്കത്ത് നഷ്ടപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇതാണ്, ഒരു മാസം നമുക്കൊരു ദിവസം പോലെ കഴിഞ്ഞു പോകുന്ന ഒരു കാലം വരുമെന്ന്. അവസാന നാളിനെ കുറിച്ച് പറഞ്ഞ അടയാളങ്ങളൊക്കെയും നമ്മുടെ മുമ്പിൽ നമ്മൾ ഇങ്ങനെ കാണുകയാണ്. വയൻഖുസുൽ അമൽ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കർമ്മങ്ങൾ കുറഞ്ഞു പോകും. നേരത്തെ ചെയ്തിരുന്നതിന്റെ തോത് അതിന്റെ പകുതിയും ഒക്കെ ആയിട്ട് കുറഞ്ഞു പോകും. സൽക്കർമ്മങ്ങളുടെ തോത് കുറയുകയും സൽക്കർമ്മങ്ങളിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ കുറഞ്ഞു പോവുകയും ചെയ്യും. ഇപ്പൊ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ തിന്മകളുടെ തോത് വർദ്ധിക്കുകയും തിന്മയിലേക്ക് ക്ഷണിക്കുന്ന ആളുകളുടെ തോത് അതും വർദ്ധിക്കുകയും ചെയ്യുന്നു. നന്മയിലേക്ക് ക്ഷണിക്കാൻ ആളുകൾക്ക് മടിയാണ്, അല്ലേ? നന്മയിലേക്ക് ക്ഷണിക്കാൻ ആളുകൾക്ക് മടിയാണ്. നമ്മുടെ അങ്ങാടിയിലൊക്കെ കൂട്ടം നിൽക്കുന്ന കൂട്ടുകാർക്ക് ഒരാൾ, ഞാൻ പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി പോവുകയാണ്, നീ കൂടെ വരൂ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ തന്നെ പരിഹസിക്കുമോ എന്ന പേടിയാണ്. എന്നാൽ അപ്പുറത്തൊരു സർക്കസുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവുകയല്ലേ എന്ന് ചോദിക്കാൻ ഇവന് അഭിമാനമാണ്. നന്മയിലേക്ക് ക്ഷണിക്കുവാൻ മടിയാണ്. സ്വലാത്തിന്റെ മജ്‌ലിസ് ഉണ്ട്, പള്ളിയിൽ സ്വലാത്തുണ്ട്, നീ വരൂ എന്ന് കൂട്ടുകാരനോട് പറയാൻ മടിയാണ്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ തന്നെ പതുക്കെ അവിടുന്ന് ഒഴിഞ്ഞു മാറി പങ്കെടുക്കുന്നു, അവനവനിലേക്ക് ചുരുങ്ങുന്നു. എന്നാൽ തിന്മയിലേക്ക് ക്ഷണിക്കുന്നതോ ആഘോഷപൂർവ്വം കൊണ്ടാടുകയും ചെയ്യുന്നു. വയൻഖുസുൽ അമൽ, സൽക്കർമ്മങ്ങൾ ഇങ്ങനെ കുറഞ്ഞു പോകും. സൽക്കർമ്മങ്ങൾ കുറയുന്നതിന് 2 സ്വഭാവങ്ങളുണ്ട്. ഒന്ന്, ഉള്ള കർമ്മങ്ങൾ തന്നെ കുറഞ്ഞു പോവുക. മറ്റൊന്ന്, ചെയ്യുന്ന സൽക്കർമ്മങ്ങളെക്കാൾ നമ്മളിൽ നിന്ന് വരുന്ന തിന്മകൾ വർദ്ധിക്കുക. ഈ കാലത്തിന്റെ ഏറ്റവും അപകടം അതാണ്. ഒരുപക്ഷെ 10 കൊല്ലം മുമ്പ് ചെയ്തിരുന്ന കർമ്മങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴും ചെയ്യുന്നുണ്ടാകും. പക്ഷെ 10 കൊല്ലം മുമ്പ് ചെയ്തിരുന്ന തിന്മകളെക്കാൾ 100 മടങ്ങ് തിന്മകൾ നമ്മളിൽ നിന്ന് വർദ്ധിച്ചു വന്നിട്ടുണ്ടാകും. നന്മകൾ കൂടുന്നില്ല, പക്ഷെ തിന്മകൾ കൂടുന്നു. തിന്മകളുടെ തോത് കൂടുമ്പോൾ സ്വാഭാവികമായി നന്മയുടെ അളവ് കുറഞ്ഞു പോകുന്നു. ഇത് അന്ത്യനാളിന്റെ അടയാളമാണ്. ഇത് നമ്മളുടെ കുറ്റമല്ല, നമ്മൾ അനുഭവിക്കുന്ന നമ്മളുടെ ചുറ്റുപാടുകളിൽ പൈശാചികത പിരിമുറുക്കിയതിന്റെ കുറ്റമാണ്. അതുകൊണ്ട് ജാഗ്രത പാലിക്കേണ്ടത് നമ്മുടെ ഈമാനിന്റെ സംരക്ഷണത്തിന് അനിവാര്യമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വയുൽഖശുഹു, ആളുകൾക്കിടയിൽ ലുബ്ധത വർദ്ധിക്കുമെന്നാണ്. പിശുക്ക് വർദ്ധിക്കും. എന്താണ് ഈ ശുഹ് എന്ന് പറഞ്ഞാൽ? പിശുക്ക് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു പരിശുദ്ധമായ ഖുർആൻ ശുഹിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വമൻ യൂഖശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആർക്കാണോ അമിതമായ പിശുക്ക് ഇല്ലാതെയാകുന്നത് അവരാണ് വിജയികൾ. ഈ പിശുക്ക് എന്ന് പറഞ്ഞാൽ പണമുള്ളത് കൊടുക്കാതിരിക്കൽ മാത്രമല്ല പിശുക്ക്. യോഗ്യതയുള്ള ആളുകൾ അവരുടെ യോഗ്യതകളെ നൽകാതിരിക്കലൊക്കെയും പിശുക്കാണ്. ധനമുള്ളവർക്ക് യോഗ്യതയുണ്ട് ധനം കൊടുക്കാൻ, ആ യോഗ്യതയെ മാറ്റിവെക്കൽ പിശുക്കാണ്.
തന്റെ തടി കൊണ്ട് സേവനം ചെയ്യാൻ യോഗ്യതയുള്ളവരാണ് നമ്മളൊക്കെ. ആ സേവനത്തിൽ നിന്ന് പിറകോട്ടടിക്കൽ അത് പിശുക്കാണ്. ആലിമീങ്ങൾക്ക് ഇൽമനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കലും പറയലും അവരുടെ യോഗ്യതയാണ്. ആ യോഗ്യത അനുസരിച്ച് നിർവഹിക്കാത്തത് പിശുക്കാണ്. എല്ലാം പിശുക്കാണ്. ഒരു പണിക്കാരൻ, ഒരു സ്വാലിഹ്, ഇമാമുകൾ രേഖപ്പെടുത്തി, ഒരു നിർമ്മാണ പണി നടത്തുന്നയാള്, അദ്ദേഹത്തിന് യോഗ്യതയുണ്ട്, യോഗ്യതക്കനുസരിച്ചുകൊണ്ട് യോഗ്യതയെ സമൂഹത്തിലേക്ക് നിർവഹിച്ചു കൊടുക്കാത്തത്, തന്റെ സംഭാവനകളെ കൃത്യമായി വിഹിതമായി കൊടുക്കാത്തതൊക്കെയും പിശുക്കാണ്. നമുക്കിടയിൽ സംഭവിക്കുന്നില്ലേ ഇത്? നമ്മളുടെ യോഗ്യതകൾ എത്ര കണ്ട് ചെലവഴിക്കുന്നുണ്ട്? നമുക്കൊക്കെയും യോഗ്യതകളുണ്ട്. ശരീരം കൊണ്ട്, പണം കൊണ്ട്, ആലോചനകൾ കൊണ്ട്, ചിന്തകൾ കൊണ്ട്, ഇതൊക്കെ നമ്മുടെ യോഗ്യതകളാണ്. അള്ളാഹു നൽകിയ യോഗ്യതകളാണ്. ആ യോഗ്യതകളെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്, അവൻ ഇഷ്ടപ്പെടുന്ന വഴിയിലേക്ക് എത്ര കണ്ട് കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ധനികൻ ധനം കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. ആ ശുഹ വർദ്ധിച്ചാൽ ഒരു മനുഷ്യന് അവൻ അള്ളാഹു നൽകിയ യോഗ്യതകൾ മറ്റുള്ളവരിലേക്കോ സമൂഹത്തിലേക്കോ നൽകാതിരിക്കുമ്പോഴാണ് സമൂഹത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപകടങ്ങൾ ഉണ്ടാകുന്നവിടെയാണ്. ഞാൻ എന്നിലേക്ക് ചുരുങ്ങുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്വാർത്ഥത വരുന്നത്. ഒരു മനുഷ്യന് സ്വാർത്ഥത വന്നാൽ പരസഹായത്തിനെ കുറിച്ചുള്ള ഒരു ബോധവും അവനുണ്ടാവുകയില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ രീതിയിലുള്ള തോന്നലുകൾ മനുഷ്യരെ ബാധിക്കുക എന്ന അന്ത്യനാളിന്റെ അടയാളമാണ്. നാലാമതായിട്ട് പറഞ്ഞു, ഫിത്നകൾ പ്രത്യക്ഷപ്പെടലാണ്. ആ പ്രയോഗത്തിൽ തന്നെ ഒരു മനോഹാരിതയുണ്ട്. നേരത്തെയും ഫിത്നകൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഒരു മറക്ക് പിറകിലായി. ആ മറക്കും പുറകിലുണ്ടായിരുന്ന ഫിത്നകൾ ഒരു ലജ്ജയും കൂടാതെ പുറത്തേക്കിടാൻ ആളുകൾക്ക് ധൈര്യം വരും. ഒരു കാലത്ത് ധൈര്യം വരാതിരുന്ന ഫിത്നകളെ പുറത്തേക്കിടാൻ ധൈര്യം വരും. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു കാലഘട്ടത്തിൽ മുതിർന്നവരോട് അപമര്യാദയായിട്ട് പെരുമാറാൻ പോലും താഴെയുള്ളവർക്ക് അസ്വസ്ഥതയായിരുന്നു, അതുവരെ അവർക്ക് മാന്യതയുണ്ടായിരുന്നു. എന്നാൽ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മറച്ചു വെച്ചിരുന്ന ഫിത്നകൾ അത് പ്രത്യക്ഷപ്പെടും, അത് പുറത്തേക്ക് വരും. ഫിത്നയുടെ പ്രത്യേകത, ഫിത്ന പുറത്തേക്ക് വന്നാൽ അതിനെ തല്ലിക്കെടുത്താൻ നമ്മളെ കൊണ്ട് കഴിയില്ല എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാളിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഹദീസുകളെ മുഴുവൻ ക്രോഡീകരിച്ചിട്ട് ഹദീസ് പണ്ഡിതന്മാർ അതിന് അധ്യായത്തിന് പേര് കൊടുത്തത് കിതാബുൽ ഫിത്തൻ എന്നാണ്. ഫിത്നകളെ കുറിച്ച് പറയുന്ന അധ്യായം. ആ ഫിത്നകൾ പ്രത്യക്ഷപ്പെടുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഫിത്നകളുടെ കൂട്ടത്തിൽ നബി തങ്ങൾ വിശദീകരിച്ച് ഇമാമാർ പറയുന്നുണ്ട്. എന്താണ് ഈ ഫിത്നകൾ? ആളുകൾ മറ്റുള്ളവരെ വഞ്ചന നടത്താൻ മടിച്ചിരുന്നത് അവർ വഞ്ചന നടത്തും. ഒരു കച്ചവടക്കാരന് കളവ് പറയാൻ മടിയുള്ള കാലങ്ങൾ ഉണ്ടായിരുന്നു. ഒരു മുസ്ലിമായ കച്ചവടക്കാരന്റെ പണിക്കാരൻ തന്റെ കടയിലേക്ക് സാധനം വാങ്ങാൻ വന്നയാളോട് വില കൂട്ടി പറഞ്ഞു എന്ന കാരണത്താൽ 3 ദിവസം ഈ വസ്ത്രം വാങ്ങിയ ആളെ തെരഞ്ഞു നടന്നിട്ട് അയാളുടെ അടുത്ത് പോയിട്ട് അയാൾ കൊടുത്ത പണത്തിന്റെ പകുതി കൊടുത്തിട്ട്, ഞാനൊരു മുസ്ലിമായതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്നും അധികം വാങ്ങിയ പണം എനിക്ക് ഹലാലല്ല എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്ത ഒരു കാലം മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് മാറി കളവ് പറഞ്ഞുകൊണ്ട് മാത്രം ഉപജീവനം നടത്തുന്ന, എല്ലാ മേഖലയിലും കളവ് പറഞ്ഞുകൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരു കാലഘട്ടം. അത് കച്ചവടത്തിൽ മാത്രമല്ല, നിർമ്മാണത്തിൽ മാത്രമല്ല, അധ്യാപനത്തിൽ മാത്രമല്ല, എല്ലായിടത്തും അങ്ങനെയാണ്. ചെറിയ മക്കൾ മുതൽ വലിയ ആളുകൾ വരെ കളവ് പറഞ്ഞു ഉപജീവനം നടത്തുക. അതിനുവേണ്ടി മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞുള്ള, അതുപോലെ സൈക്കോളജി എന്നൊക്കെ പറഞ്ഞുള്ള ആധുനിക പേരുകൾ നൽകിയിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള തിന്മകൾ വർദ്ധിക്കുന്ന ഒരു കാലം അന്ത്യനാളിന്റെ ഭാഗമായിട്ട് വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. അവസാനം അഞ്ചാമതായിട്ട് പറഞ്ഞ കാര്യം വയക്സുറുൽ ഹറജ്, കൊലപാതകം വർദ്ധിക്കും. കൊലപാതകം, അന്യായമായ കൊലപാതകം. ആ കൊലപാതകം തങ്ങളുടെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി മാത്രം കൊല നടത്തുക. നിങ്ങൾക്കറിയുമോ, അമേരിക്കയിൽ നിന്ന് പുറത്തേക്ക് വന്ന സമീപകാലത്ത് വന്ന ഏതാനും ചില വാർത്തകളുണ്ട്. അന്യായമായ കൊലപാതകങ്ങൾ. എന്താണ് അതിന്റെ കാരണം? ടെക്നോളജിയുടെ ഭാഗമായി മനുഷ്യർ ജീവിക്കുമ്പോൾ ആ മനുഷ്യത്വം എന്ന് പറയുന്ന വൈകാരികത അവരിൽ നിന്ന് പതുക്കെ ഇല്ലായ്മയായി പോകുന്നു. അവരൊരു യന്ത്രം മാത്രമായി പരിമിതപ്പെടുന്നു. മനുഷ്യന് യന്ത്രം മാത്രമായി പരിമിതപ്പെട്ടാൽ അവൻക്കിടയിലുള്ള മാനവികമായ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് മറ്റൊരാൾ ആക്രമിക്കാൻ ഒന്നും ഇവിടെ തടസ്സമാകില്ല. മറ്റൊരാളെ അപായപ്പെടുത്താൻ എനിക്കൊന്നും തടസ്സമാവില്ല. എന്റെ ഉള്ളിലെ മനുഷ്യത്വം നിലനിൽക്കുമ്പോഴേ ഇവിടെ നിയമപാലകർക്ക് പോലും പ്രസക്തിയുള്ളൂ. ഇല്ലെങ്കിൽ ഓരോ 2 മനുഷ്യർക്കിടയിലും ഒരു പോലീസുകാരനെ വിന്യസിക്കേണ്ടി വരും. മനുഷ്യത്വം ഭാഗികമായി നിലനിൽക്കുന്നിടത്തെ നിയമപാലകർക്ക് പോലും വിലയുള്ളൂ.
അല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. അങ്ങനെയുള്ള നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലുള്ള കൊലപാതകങ്ങൾ മനുഷ്യർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടം അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഇങ്ങനെയുള്ള കാലഘട്ടത്തിന്റെ പരിഹാരം എന്താണ്? മുഅ്മിനീങ്ങൾ നന്മയിലേക്ക് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങൾ വസ്തബിഖുൽ ഖൈറാത്ത്, ഖുർആൻ എത്ര ഇടങ്ങളിലാ പറഞ്ഞത്? നന്മകൾ വർദ്ധിപ്പിക്കുക. നന്മകൾ മാത്രമാണ് തിന്മകൾക്ക് ഉള്ള പരിച. ആ നന്മകളിലേക്ക് നമ്മൾ കുറച്ച് ജാഗ്രതയോടുകൂടി ഇറങ്ങേണ്ട ഒരു കാലമാണിത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം കഴിഞ്ഞ ഒരു പക്ഷെ നാളെയോ മറ്റന്നാളോ ഒക്കെ റജബിലേക്ക് നമ്മൾ പ്രവേശിക്കുകയായി. റജബിലേക്ക് പ്രവേശിച്ചാൽ റജബിന്റെ മാസത്തിന്റെ പ്രത്യേകത തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അസമ്മ ബദിരയുദ്ധയുടെ മാസം എന്ന പേരുകൾ നൽകപ്പെട്ടിരുന്നു. കാരണം ആ കാലഘട്ടത്തിൽ തന്നെ യുദ്ധം ഹറാമാക്കിയ 4 മാസങ്ങളിൽപ്പെട്ട മാസമാണ് റജബ്. ആളുകൾക്കിടയിൽ എന്തെങ്കിലും കലഹങ്ങളോ യുദ്ധങ്ങളൊക്കെ ഉണ്ടായാൽ അവർ റജബായാൽ പിന്നെ അവർ മുണ്ടൂല. റജബൊക്കെ കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ പ്രതികാരത്തെ കുറിച്ചുള്ള ആലോചന പോലും നടത്തിയിരുന്നുള്ളൂ. റജബ് ഒരുങ്ങേണ്ട കാലമാണ്. റമദാനിലേക്കുള്ള വിത്തിറക്കേണ്ട, നില മുഴുതുമറിക്കേണ്ട കാലമാണ്. റജബിലേക്ക് നമ്മൾ പ്രവേശിക്കലോടുകൂടി, റജബ് എന്ന് പറയുന്ന മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കലോടുകൂടി റമദാനിലേക്കുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങണം. നമ്മൾ റമദാനിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കൂടുതൽ നിസ്കരിക്കണമെന്ന്, കൂടുതൽ ഖുർആൻ ഓതണമെന്ന്, കൂടുതൽ സ്വതക്ക ചെയ്യണമെന്ന്, കൂടുതൽ ഇഅ്തികാഫ് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ റമദാനിന്റെ അന്നത്തെ പകലിൽ നമ്മൾ തുടങ്ങിയാൽ നമ്മുടെ ശരീരം അതിന് വഴങ്ങൂല. അത് നേരത്തെ ഇടയ്ക്കിടെ ചെയ്ത് പരിശീലിച്ച് റമദാൻ എത്തുമ്പോഴേക്ക് നമ്മുടെ ശരീരത്തെ അതിനു വേണ്ടി പാകപ്പെടുത്തുമ്പോഴേ റമദാൻ 1-ന്റെ അന്ന് അല്പസമയം കൂടുതൽ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കണമെന്ന നമ്മുടെ മോഹത്തിന് മുമ്പിൽ ശരീരം വഴങ്ങിത്തരികയുള്ളൂ. അതിനുവേണ്ടി ഒരുങ്ങേണ്ട കാലമാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്. നിങ്ങൾ നിലം മുഴുതുമറിക്കേണ്ട മാസമാണിത്. അത് കഴിഞ്ഞാൽ ശഅബാനിൽ നിങ്ങൾ വിത്തിറക്കണം. ആ വിത്തിറക്കിയതിന്റെ വിളവെടുക്കേണ്ട കാലമാണ് റമദാൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കൂടുതൽ ജാഗ്രതയോടുകൂടി നന്മയിലേക്ക് സധൈര്യം സദീർഘം മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്രിബിന് ശേഷം നമ്മുടെ മദ്രസയിൽ വെച്ചുകൊണ്ട് സ്വലാത്ത് നടക്കുന്നുണ്ട്. എല്ലാ ആളുകളും അതിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മുടെ ദർസിലെ കുട്ടികളുടെ ഭക്ഷണ ചെലവിലേക്ക് പറമ്പാട്ട് വീരൻ എന്നൊരു സഹോദരൻ 3000 രൂപ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ നൽകിയിട്ടുണ്ട്. അതുപോലെ പള്ളിയിലേക്ക് ഒരു സഹോദരൻ 2500 രൂപ ഹദിയ നൽകിയിട്ടുണ്ട്. അവരുടെ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു ഈ നിമിഷം തന്നെ അതിന്റെ സവാബിനെ അവരുടെ മരണപ്പെട്ടവരുടെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അല്ലാഹു അതിന്റെ ഫലമായി ഖബറിലേക്ക് സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച് അനുഗ്രഹിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനുള്ളത്, ഇൻഷാ അല്ലാഹ് ഈ വർഷം നമ്മുടെ മനുഷ്യജാലിക നമ്മുടെ ആരത്തിയിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. SKSSന്റെ 10-16 വർഷത്തോളമായി നടക്കുന്ന നമ്മുടെ രാജ്യത്ത് സൗഹൃദം നിലനിൽക്കണമെന്ന ആഗ്രഹത്തിൽ നമ്മൾ സംഘടിപ്പിക്കുന്ന മനുഷ്യജാലിക ഈ ജനുവരി 26 നടക്കുകയാണ്. അപ്പൊ നമ്മൾ ആരത്തിയുടെ ചായതുകൊണ്ട് തന്നെ അത് പ്രൗഢമായി വിജയിപ്പിക്കുന്ന നമ്മുടെ ബാധ്യതയാണ്. ഇൻഷാ അല്ലാഹ് നിരവധി സയ്യിദന്മാരും പണ്ഡിതന്മാരും സാംസ്കാരിക നായകന്മാരും ഒക്കെ പങ്കെടുക്കുന്ന ആ പരിപാടിയുടെ വിജയത്തിനായി ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച നിങ്ങളൊക്കെ നല്ല ഹദിയകൾ കൊടുത്ത് സഹകരിക്കണം. നിങ്ങൾക്കറിയാം, പരസ്പരം ആളുകൾക്കിടയിൽ പുറപ്പുണ്ടാക്കുന്ന ഈ കാലത്ത് നമ്മളെ ഉള്ളൂ നമ്മൾ സൗഹൃദത്തോടു കൂടി രാജ്യത്തെ കാക്കണമെന്ന് പറയാൻ. ആ പണി നമ്മളെങ്കിലും നിലനിർത്തണം. അതുകൊണ്ട് നമുക്ക് വിജയിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.